മാർവലിലെ പുതിയൊരു സീരീസ് വന്നിട്ടുണ്ട്, മാർവൽ സോംബീസ്. മാർവലിൽ നമ്മൾ കണ്ടുപരിച്ചുള്ള സൂപ്പർ ഹീറോസ് ഒക്കെ തന്നെ സോംബി ആയ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതാണ് ഇതിൽ കാണിച്ചു തരിക. ആൻഡ് ആ ഒരു കോൺസെപ്റ്റ് തന്നെ നല്ല വിയേർഡായിരുന്നു. ഐ തിങ്ക് വാട്ട് ഇഫിൻ്റെ ഒരു എപ്പിസോഡിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു വാട്ട് ഇഫ് തന്നെയാണിത്. ഒരു 4 എപ്പിസോഡായിട്ട് അത് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂറൊക്കെ മാത്രം റൺ ടൈമുള്ള ഒരു മൊത്തം 2 മണിക്കൂറിനുള്ളിൽ നമ്മളൊരു സിനിമ കാണുന്ന രീതിയിൽ കണ്ടു തീരും. ആൻഡ് ഇതിൻ്റെ പേസിങ് ഭയങ്കര അടിപൊളിയാണ്. നല്ല ഗംഭീരമായിട്ട് നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. ഒരിക്കലും ഒരു ലാഗം വരാത്ത, നമുക്ക് കണ്ടുപിടിച്ചുള്ള കുറേ ക്യാരക്ടേഴ്സും ഇപ്പോൾ ഒരു ന്യൂലി ഇൻട്രൊഡ്യൂസ് ആയിട്ടുള്ള ഒരു ന്യൂ അവഞ്ചേഴ്സിനൊക്കെ വെച്ചിട്ടാണെങ്കിൽ സാധനം മുഴുവനായിട്ട് പോവാം. സോ ഈ അറ്റ് പ്രസൻറ്റ് ഇതുവരെയുള്ള എല്ലാ മാർവൽ സിനിമകളും സീരീസുകളും കണ്ട് ഇപ്പോൾ ഉള്ള മാർവലിൻ്റെ ആ ഒരു ടൈം ലൈനൊക്കെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് കുറേ ഈസ്റ്റർ എഗ്സ് ആൻഡ് കുറേ റെഫറൻസുകൾ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. ഈ നമ്മുടെ ബ്ലേഡും അങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സിൻ്റെ ഇൻട്രൊഡക്ഷനും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. സോ മൊത്തത്തിൽ കുറേ ക്യാമിയോ അപ്പിയറൻസുകളും കുറേ ഈസ്റ്റർ എഗ്സ് ഒക്കെ വെച്ചിട്ട് വെറുതെ ചെതറിവിടാതെ അതിന് നല്ലൊരു സ്റ്റോറി ലൈൻ കൊടുത്ത് ഒരു സ്റ്റാർട്ട് ടു എൻഡ് ഒരു മോട്ടീവ് ഉണ്ട് ഈ സിനിമയ്ക്ക് അല്ലെങ്കിൽ ഒരു സീരീസിന്. അത് ഗംഭീരമായിട്ട് ഇവർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഈ സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ഒട്ടും ബോറടിക്കാതെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ചെറിയൊരു ഐറ്റം. ആൻഡ് ആനിമേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഗോർ ആൻഡ് വയലൻ്റ് ആയിട്ടുള്ള സീക്വൻസുകൾ ഇവർ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ലൈവ് ആക്ഷൻ മാർവൽ സിനിമകളും സീരീസുകളൊന്നും കാണാത്ത സാധനങ്ങളൊക്കെ തന്നെ ഇതിലുണ്ട്. അത് ആ ഒരു ട്രീറ്റ്മെൻറ്റും അടിപൊളിയായി. ഇപ്പോൾ റീസെൻ്റ്ലി മറ്റേ വൂൾവറിൻ്റെ ട്രെയിലറൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഐ തിങ്ക് നമ്മുടെ പ്ലേ സ്റ്റേഷൻ്റെ അടുത്ത കൊല്ലം വരാനിരിക്കുന്ന വൂൾവറിൻ. ഇതിനു മുമ്പ് ഇറങ്ങിയ മറ്റേ ഇൻസോംനിയാക്കിൻ്റെ ഇപ്പോൾ സ്പൈഡർമാൻ പടങ്ങളൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ കുറച്ചും കൂടി ചൈൽഡ് ഫ്രണ്ട്ലി ആണ്. പക്ഷേ ഇതിൽ ആ ഒരു വയലൻ്റ് ആയിട്ടുള്ള വൂൾവറിൻ ഗെയിം നമ്മൾ പറയില്ല, അതേപോലെ തന്നെയുള്ള സാധനമാണ് നമുക്ക് ഇതിലും കാണാൻ പറ്റുക. സോ ആനിമേഷനിലേക്ക് വരുന്ന സമയത്ത് ഇത് തിയേറ്ററിൽ ഇറക്കാത്ത സാധനം ആയതുകൊണ്ട് തന്നെ ഇതൊരു PG-13 സാധനമല്ല. ഒരു അഡൾട്ടറേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ബ്ലഡ് ബാത്ത് പറഞ്ഞാൽ കുറേ ഗോർ ആൻഡ് വയലൻറ്റ് ഒരു സ്ലാഷർ പടം കാണുന്ന പോലെയാണ്. നമ്മൾ മാർവൽ സോംബീസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അതിൽ തന്നെ ബോഡീസ് സ്കാറ്റർ ആവുന്ന ചെതറുന്ന കുറേ സീക്വൻസുകളുണ്ട്. സോ മേക്കിംഗ് വൈസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ കുറേ ക്യാരക്ടേഴ്സ് നമുക്ക് മാർവലിനെ പറ്റി ഒന്നും അറിയാത്തവർക്ക് കണ്ട ഒരു പ്രത്യേകിച്ചൊന്നും തോന്നില്ല. പക്ഷെ നമുക്കറിയാവുന്ന നമുക്ക് സുപരിചിതമായ കുറച്ച് ക്യാരക്ടർ, ഇപ്പോൾ ഈ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക സോംബിയായിട്ട് വന്ന എന്തായിരിക്കും അവസ്ഥ, ഇവരുടെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന മെയിൻ വില്ലൻ ക്യാരക്ടറാണ് നമ്മുടെ വാൻഡ മാക്സിമോഫ്, അല്ലെങ്കിൽ നമ്മുടെ വാൻഡ സ്കാർലറ്റ് വിച്ച്. സോ ആ ഒരു ക്യാരക്ടറൊക്കെ ഇവർ മൊത്തത്തിൽ കൺട്രോൾ ചെയ്താൽ എങ്ങനെയായിരിക്കും ഈ യൂണിവേഴ്സ് മൊത്തം ഉണ്ടാവുക എന്നുള്ള കുറേ ഗംഭീര സാധനങ്ങളുണ്ട്. ദെൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് കണ്ടുപരിച്ചുള്ള ഇപ്പോൾ ഇൻഫിനിറ്റി വാറിലെ സീക്വൻസുകളും എൻഡ് ഗെയിമിലെ സീക്വൻസുകളൊക്കെ തന്നെ നമുക്ക് ഒന്ന് റീവർക്ക് ചെയ്ത് ഒന്ന് മാറ്റിയിട്ട് ഈ ഒരു സോംബി ഇൻഫെസ്റ്റഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിൽ എങ്ങനെയായിരിക്കും അതൊക്കെ നടക്കുക എന്ന രീതിയിൽ കുറേ സാധനങ്ങൾ ഇവർ ആ ഒരു വാട്ട് ഇഫ് എന്നുള്ള ഒരു പരിപാടിയിൽ പിടിച്ചിട്ടുണ്ട്. ആൻഡ് കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ സാധനങ്ങൾ ഇതിൽ കാണാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ബ്ലേഡിൻ്റെയും നമ്മുടെ മൂൺ നൈറ്റിൻ്റെ കൂടി മിക്സ് ആയിട്ടുള്ളൊരു പരിപാടിയുണ്ട്. അത് ഗംഭീരമായിരുന്നു. അതേപോലത്തെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ലൈവ് ആക്ഷനിൽ കൊണ്ടുവരാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ദെൻ കമാല ഖാൻ ആളെയാണ് മെയിൻ ക്യാരക്ടറായിട്ട് ഇവരിങ്ങനെ ലീഡായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത് ആനിമേഷനിലൊക്കെ. പക്ഷെ ലൈവ് ആക്ഷനിൽ അത് നടക്കൂല. അടുത്ത അവഞ്ചേഴ്സിൻ്റെ ഹെഡ് അല്ലെങ്കിൽ ക്യാപ്റ്റൻ ഓഫ് ദി അവഞ്ചേഴ്സ് എന്ന് പറഞ്ഞ് കമാല ഖാനൊക്കെ കൊണ്ടുവച്ചാൽ നല്ല വെടിപ്പായിട്ട് മൂഞ്ചും. സോ അതൊന്നും ഇവർ ലൈവ് ആക്ഷനിൽ ചെയ്യരുത്. ഇതിലൊക്കെ രസമുണ്ട്, പക്ഷെ മറ്റേത് നടക്കൂല. സോ ഐ തിങ്ക് ഇനി വരാനിരിക്കുന്ന കുറച്ച് സിനിമകളെയും കൂടി ടീസ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഇനി ഇവരുടെ യൂണിവേഴ്സ് പോവുക, ഇതൊക്കെ ആയിരിക്കും മെയിൻ ക്യാരക്ടേഴ്സ് എന്നുള്ള രീതിയിൽ ടീസ് ചെയ്തിട്ടും കൂടി ഇപ്പോൾ നമ്മൾ ഈ തണ്ടർ ബോൾട്ടൊക്കെ കണ്ട ആ ഒരു ന്യൂ അവഞ്ചേഴ്സ് എന്ന് പറഞ്ഞ സെറ്റാക്കി വെച്ചുള്ള ഒരു ടീമില്ല, അവരെ വെച്ചിട്ടാണ് കൂടുതലായിട്ടും ഈ ഒരു സീരീസ് മുഴുവനായിട്ട് റൺ ചെയ്ത് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഇടയിൽ നമുക്ക് പണ്ടറിയാവുന്ന തോറും ഹൾക്കും അബോമിനേഷനും തുടങ്ങി മറ്റെല്ലാ ക്യാരക്ടേഴ്സും അവരോടൊക്കെ ആയിട്ട് വന്നു പോകുന്നുണ്ട്. കുറച്ച് സർപ്രൈസിങ് ആയിട്ടുള്ള കുറേ ട്വിസ്റ്റ് ആൻഡ് ടേണുകൾ തരുന്ന സാധനങ്ങൾ. എന്നെ എൻഡിങ് എനിക്ക് അത്ര അങ്ങോട്ട് പറ്റിയില്ല. കുഴപ്പമില്ല, ഓക്കെ, ഞാൻ നമ്മൾ പ്രതീക്ഷിച്ച പോലെ സാധനമല്ല എങ്കിലും എൻഡിങ് ഒരു മിനി സീരീസ് ആണെന്ന് ആദ്യം പറഞ്ഞത്. പക്ഷേ ആ ഒരു രീതിയിലെല്ലാം കൊണ്ട് നിർത്തിയിട്ടുള്ളത്. ഇനിയാണെങ്കിൽ ഇവർക്ക് പൊട്ടൻഷ്യലി ഒരു 2-3 സീസണുകളൊക്കെ ഇതിൻ്റെ ബാക്കിയായിട്ട് പുറത്തിറക്കാൻ പറ്റുന്ന രീതിയിലാണ് കൊണ്ട് നിർത്തിയിട്ടുള്ളത്. സോ ഒരു പ്രോപ്പർ കൺക്ലൂഷൻ കിട്ടാത്ത പോലെ ഫീൽ ചെയ്ത് എൻഡിങ്ങിൽ. ബാക്കിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. സോ മാർവലിൻ്റെ മറ്റുള്ള ഇപ്പോൾ വാട്ടിഫൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും മാർവൽ ആനിമേഷൻ സീരീസുകളും സിനിമകളൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുനോക്കുക. നല്ലൊരു വാച്ച് തന്നെയായിരിക്കും. എനിക്ക് ലാഗ് ബോറടിക്കുന്ന എവിടെ ഫീൽ ചെയ്തില്ല. നല്ല ഫാസ്റ്റ് പേസ്ഡായിട്ട് നല്ല ആക്ഷൻ പാക്ഡ് ആയിട്ട് ആൻഡ് കുറേ നല്ല ക്യാൻവാസ്, നമ്മൾ ആ ഒരു എൻഡ് ഗെയിമിലൊക്കെ കിട്ടുന്ന ആ ഒരു ക്യാൻവാസിൽ അതൊക്കെ നമുക്ക് ഇതിൻ്റെ ആ ഒരു ഫിനാലെ എപ്പിസോഡിലൊക്കെ നമുക്ക് കിട്ടും. സോ ഒരു വലിയ ക്യാൻവാസിൽ കുറേ യുദ്ധങ്ങളും കുറേ ഫൈറ്റ്സ് എന്ന് പറഞ്ഞ് ഇപ്പോൾ നമോർ എന്നൊരു ക്യാരക്ടറൊക്കെ വന്ന് ചെയ്യുന്ന കുറച്ച് അങ്ങനത്തെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ കണ്ടുപോയിട്ടുള്ള നമ്മൾ വലിയ വില കൊടുക്കാത്ത കുറച്ച് ക്യാരക്ടേഴ്സിനൊക്കെ ഇട്ട് വെച്ച് അവർക്ക് നല്ലൊരു റോള് കൊടുത്ത് നല്ല അടിപൊളിയായിട്ടുള്ള ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള ഒരു സീരീസും കൂടിയാണ് ഈ ഒരു മാർവൽ സോംബീസ്. കണ്ടുവെക്കുക. ഡിസ്നിയുടെ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. ഈ ഹോട്ട്സ്റ്റാറിൽ ഈ സാധനം കാണുമ്പോൾ ആഡ് വരണത് വൻ ഷോക്ക് എന്ന് പറഞ്ഞാൽ ആകെ 1/2 മണിക്കൂറുള്ള ഈ സാധനം. അതിനിടയിൽ 4-5 ആഡ് വരും.
ഈ യൂട്യൂബിൽ പോലും ഇത്ര ആഡ് വരില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്നോ അല്ലെങ്കിൽ തുടങ്ങുമ്പോൾ അവസാനമാണ് ആഡ് വരിക. ഈ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് ഇമാര് ആഡ് കാണണമെന്ന് വരുന്നത് ആയതുകൊണ്ട് ഞാനിത് ബൈപ്പാസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ബാക്കിയുള്ള എപ്പിസോഡുകൾ കണ്ടത്, ആദ്യ എപ്പിസോഡ് കഴിഞ്ഞിട്ട്. സോ നമ്മുടെ കയ്യിൽ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിലും ഇപ്പോൾ ടോറൻറ്റിൽ നിന്ന് ടെലിഗ്രാമിൽ നിന്നൊക്കെ എടുത്തിട്ട് കാണേണ്ട അവസ്ഥയാണെന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഷോക്കാണ്. സോ നിങ്ങൾ എവിടെ നിന്നാണ് ഈ സീരീസ് കാണുന്നത് ആൻഡ് കണ്ടു കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീണ്ടും കാണാം.